നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാറോ. ഓക്കെ, നമുക്കിന്ന് നോക്കാൻ പോകുന്നത് റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ നിങ്ങളുടെ പേഴ്സൺ, ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ചയൊക്കെ ഉണ്ടെങ്കിൽ, ഓക്കെ, ഇത് ടോട്ടലി നോ കോൺടാക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കോൺടാക്റ്റ് ഉണ്ട് പക്ഷെ തുറന്ന് സംസാരിക്കുന്നില്ല, അങ്ങനത്തെ ഒരു കുറച്ചൊരു അകൽച്ച ഫീൽ ചെയ്യുന്ന തരത്തിലായിരിക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ശരിക്കും നിങ്ങളോട് വീണ്ടും ഒരു അറ്റാച്ച്മെൻറ്റ് വീണ്ടും വരുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ എത്രത്തോളം ഒരു ക്ലോസ് ആയിട്ട് വീണ്ടും നിങ്ങൾ തമ്മിൽ ഒരു അടുപ്പം ഡെവലപ്പ് ആവുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ പേഴ്സണൽ മെസ്സേജസ് എടുക്കാം. ഓക്കെ, സ്ട്രക്ചർ, ഫൗണ്ടേഷൻ, ഡിസ്ഹാർമണി, കൺട്രോൾ, സബോട്ടാജ്, ഇല്യൂഷൻസ്, വീനസ് ഓഫർ. ഓക്കെ, സമ്മർ ഒരു ടൈമിംഗ് കാർഡ് ഇവിടെ ഉണ്ട്, ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇവിടെ കാണുന്നത് ആദ്യത്തെ കാര്യം തന്നെ, യെസ്, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീബിൽഡിങ് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു നല്ല രീതിക്ക് നിങ്ങൾ ഇപ്പോൾ കുറച്ച് അകൽച്ചയൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും, ഓക്കെ, ഇപ്പം നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു കണക്ഷൻ വരുമ്പോൾ ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഒരു കണക്ഷനായിട്ട് തന്നെ മാറാനുള്ള സാധ്യതയാണ്. ഫൗണ്ടേഷൻ, അതായത് നമ്മൾ ചില സമയത്ത് പറയില്ലേ, ചില തകർച്ചകൾ നമുക്ക് നല്ല ഇനായിരിക്കും, കാരണം ആ തകർന്നു കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഒന്നിക്കുമ്പോൾ ഒരു ബെറ്റർ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഫോം ചെയ്യാനുള്ള ഒരു സമയമാണ്, ഒരു സാധ്യതയാണ്. ഓക്കെ, സോ അതിനുള്ള നിങ്ങൾ തമ്മിലൊരു ബാലൻസ് വരിക, നിങ്ങൾ തമ്മിൽ കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് വരിക എന്ന രീതിക്ക്. പക്ഷെ അത് സ്ലോ ആയിരിക്കുമല്ല, അങ്ങനെ പെട്ടെന്ന് എടുത്ത് ചാടി ചെയ്യുന്ന തരത്തിലല്ല, സ്ലോ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും ഒരു സോളിഡ് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, കുറച്ചുകൂടി സ്ട്രോങ് ഒരു ഫൗണ്ടേഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാവും. ഓക്കെ, നമ്മൾ പറയില്ല അടിത്തറ തൊട്ട് നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യും. ആൻഡ് ഇവിടെ യെസ്, ഇവിടെ മുമ്പ് നിങ്ങൾ തമ്മിൽ ഡിസ്ഹാർമണി ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ആർഗ്യുമെൻറ്റ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു ഈഗോ ക്ലാഷസ് ആയിരിക്കും. ഓക്കെ, സംസാരത്തിൽ തന്നെ വളരെ അധികം മറ്റുള്ള ഒരാൾ മറ്റേ ആളെ വേദനിപ്പിക്കുന്ന തരത്തിലൊക്കെ നിങ്ങൾ തമ്മിൽ വളരെയധികം നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരാളോട് പറഞ്ഞിട്ടുണ്ടാവാം. സോ ആ രീതിക്കൊക്കെ വളരെ സ്ട്രോങ് നിങ്ങൾ തമ്മിലൊരു ഡിസഗ്രിമെൻറ്റ് വന്നു, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളായിരിക്കാം, ദേഷ്യമായിരിക്കാം, എന്തെങ്കിലും ചെയ്ത കാര്യങ്ങൾക്ക് പറഞ്ഞ് ദേഷ്യപ്പെട്ടതായിരിക്കാം, അങ്ങനെ അല്ലാത്ത ഒരു ഇതായിട്ട് കാണുന്നുണ്ട്. കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഐ തിങ്ക് അഗെയിൻ കോൺഫ്ലിക്റ്റ് ആണ് കാണുന്നത്. മൂഡ് സ്വിങ്, ട്രസ്റ്റ് ഇഷ്യൂസ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ അഗെയിൻ വിശ്വാസങ്ങൾ പോയി, നിങ്ങൾ തമ്മിലൊരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി. ഓക്കെ, ഒരു പേഴ്സണിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ, അതായത് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ അവർ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ നിൽക്കണം, അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ റിലേഷൻഷിപ്പ് വേണം. ഓക്കെ, അവർക്ക് പറ്റുമ്പോൾ അവർ വിളിക്കും, അല്ലെങ്കിൽ അവർ പറ്റുമ്പോൾ സംസാരിക്കും, അതൊക്കെ നിങ്ങൾ അഗ്രി ചെയ്യണം എന്ന രീതിക്ക്. ഓക്കെ, കുറച്ചൊരു മാനിപ്പുലേഷൻ, അതായത് അവർ ഒരു ബന്ധത്തിന് അവരുടെ ഇഷ്ടത്തിന് ഒരു ഇതിലാക്കിയെടുക്കാൻ ശ്രമിച്ച പോലെ. സോ അതൊക്കെ കുറച്ച് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഇടയിൽ. അത് നിങ്ങൾക്ക് വേദനകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ. നിങ്ങളുടെ ഇഷ്ടങ്ങളെ മാറ്റി വയ്ക്കുക, നിങ്ങളുടെ ഇഷ്ടങ്ങളെക്കുറിച്ച് ചോദിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ശ്രദ്ധിക്കാതിരിക്കുക. സോ അതൊക്കെ ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. സോ മേ ബി നിങ്ങളുടെ പേഴ്സൺ ഈ സിറ്റുവേഷനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ച് കാണും, നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ച് കാണും. കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, പിടിച്ചു ഇതാക്കലല്ല കേട്ടോ, ഒരു അവരുടെ രീതിക്ക് നിങ്ങൾ നിൽക്കണം, ഇല്ലെങ്കിൽ അവർ സംസാരിക്കില്ല എന്ന മട്ടിൽ. ഓക്കെ, അങ്ങനെയൊക്കെ ഒരു കൺട്രോളൊക്കെ അവർ ചെയ്തിട്ടുണ്ടാവാം. അഗെയിൻ അതൊക്കെ ചെയ്തുകൊണ്ട് പക്ഷേ ഇവിടെ നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ് കൂടിയതേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല. ഓക്കെ, ആൻഡ് ഇവിടെ ഇല്യൂഷൻസ്, കൺഫ്യൂഷനൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. ഈ പേഴ്സണിന് ശരിക്കും ആഗ്രഹമുണ്ടോ ബന്ധം, അതോ ഇല്ലേ എന്ന് തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷനായി പോയിട്ടുണ്ടാവും. ഇവിടെ കുറച്ച് പേർക്ക് മേ ബി പേഴ്സണും ചില കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് മറയ്ക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കാണാം. ഓക്കെ, അവർ നിങ്ങളോട് കാര്യങ്ങൾ തുറന്നു ഒരുപാട് കാര്യങ്ങൾ മറയ്ക്കുക നിങ്ങളുടെ അടുത്ത് നിന്ന്. ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കും, ചെറിയ കാര്യങ്ങൾക്ക് പോലും ചിലപ്പോൾ നിങ്ങളോട് തുറന്ന് പറയാതിരിക്കുക. കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. മേ ബി അത് വേണം വെച്ചും ചെയ്യുന്നതാണ്. അഗെയിൻ ഞാനിവിടെ പറഞ്ഞ പോലെ കൺട്രോൾ വയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങളോട് ചില കാര്യങ്ങൾ തുറന്നു പറയാതിരിക്കുമ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് ഡൗട്ടിലിരിക്കും, ദാറ്റ് ഈ പേഴ്സണിന് ശരിക്കും നിങ്ങളെ വേണോ വേണ്ടേ എന്ന് തന്നെ നിങ്ങൾക്കറിയില്ല. അതൊരു ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ അവരെ പിന്നാലെ ചേസ് ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് അത് അവരൊരു തരത്തിലൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങളെ വിട്ടുപോകുന്നുമില്ല, എന്നാലോട്ട് നിങ്ങളുടെ കൂടെയും ഫുള്ളായിട്ടില്ല എന്ന് പറഞ്ഞ പോലെ. സോ നിങ്ങൾക്കത് വല്ലാതെ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാവും. അവസാനം നിങ്ങൾക്ക് വിഷമവും കാര്യങ്ങളും ആങ്സൈറ്റിയും ഒക്കെ വന്നിട്ടുണ്ടാവും. ഓക്കെ, സോ അത്രയും മേ ബി അവരുടെ ചില അഡിക്ഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എനിവേ ഇവിടെ ഒരു
നിങ്ങൾക്ക് തന്നെ ക്ലിയർ ആയിരുന്നില്ല ഇവിടെ ഈ ബന്ധം എന്താണ് എന്ന രീതിക്ക്. ഓക്കെ, പക്ഷേ അഗൈൻ തിരിച്ച് ഇവിടെ സ്റ്റാർട്ടിങ് തുടങ്ങിയതും നല്ല കാര്യത്താണ്, ഇവിടെയും നല്ല കാര്യമാണ്. സോ തിരിച്ച് വീണ്ടും ഒരു റൊമാൻസ് നിങ്ങൾ തമ്മിൽ വീണ്ടും ബിൽഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിലൊരു അറ്റാച്ച്മെൻറ്റ് വീണ്ടും വരുന്നതായിട്ട്, ഒരു പ്രത്യേകിച്ച് സ്നേഹത്തിൻ്റെ ഓഫറുമായിട്ട് പേഴ്സൺ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് അതിനൊരു ടൈമിംഗ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, സമ്മറിന് വിഷ് ഫുൾഫിൽമെൻറ്റ്. സോ സമ്മർ എന്ന് പറയുമ്പോൾ അഗൈൻ മാർച്ച് ഒരു സമയമൊക്കെ എടുക്കാം നമുക്ക്. ആ മാർച്ചൊക്കെ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ, ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് എന്നാണ്. അപ്പോൾ കുറച്ച് കാലം കൂടിയൊക്കെ ഐ തിങ്ക് ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് നിലനിൽക്കും. പക്ഷേ ഒരു മാർച്ചൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആക്ച്വലി ഇവിടെയും സണ്ണ് പോലെ ഉണ്ട് അല്ലേ. സോ യെസ്, ഒരു നമുക്ക് കുറച്ചുകൂടി ഒരു ബ്രൈറ്റ് ആയിട്ടൊരു ഫ്യൂച്ചർ നമുക്ക് കുറച്ച് 2-3 മാസത്തിൽ നമുക്കൊരു ചേഞ്ചസ് എക്സ്പെക്റ്റ് ചെയ്യാം എന്നാണ്. ക്ലാരിറ്റി, ഓക്കെ, fears, stability, toxicity, bound, okay, and self love. Okay, so ഇവിടെ ഒന്ന് ഓക്കെ ട്രസ്റ്റ് ഡിവൈൻ ടൈം എന്ന് പറയുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ടൈമിംഗ് കിട്ടിയിരുന്നു. സോ അതിന് നമുക്ക് ടൈമിംഗ് ആയിട്ട് തന്നെ എടുക്കാം. ആൻഡ് ഇവിടെ ട്രസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ഡിവൈൻ എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് എല്ലാ കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും എന്നാണ്. ഇതിവിടെ നിങ്ങളുടെ കണക്ഷൻ ഓക്കെ ശരിക്കും പറഞ്ഞാൽ കൺട്രോൾ ചെയ്യുന്നത് എവിടെയോ ഒരു യൂണിവേഴ്സായിട്ട് എഴുതിയ ഒരു ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് എന്നെടുത്തോളൂ. ഓക്കെ, ഇവിടെ ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞല്ലേ. സോ കൺഫ്യൂഷൻ മാറിയിട്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി വരും എന്ന രീതിക്കുണ്ട്. ആൻഡ് ഇവിടെ ഫിയേഴ്സ് ആൻഡ് ഇല്യൂഷൻ, അഗെയിൻ ഇല്യൂഷൻസ്. ഓക്കെ, യെസ്, ഇത് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ചില പേടികൾ ഉണ്ടാവും, പേഴ്സൻ്റെ ഉള്ളിലും ചില പേടികൾ ഉണ്ടാവും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവുന്നിട്ട് നിങ്ങൾ പോരാ, അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്കുണ്ട്, നിങ്ങളെന്തോ നിങ്ങളോട് സ്നേഹമില്ല എന്ന രീതിക്കോ ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ആൻഡ് ഓവർ തിങ്കിങ്ങിലേക്ക് പോകാം, നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് പോകാം. നിങ്ങൾ ഒരുപാട് നിങ്ങൾ ഒരുപാട് നെഗറ്റീവ് ചിന്തിച്ച് കൂട്ടുന്നുണ്ടാവും ഈ സിറ്റുവേഷനിൽ. ബട്ട് ഇവിടെ നിങ്ങൾക്ക് അതിനൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, കുറച്ചുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവാൻ തുടങ്ങും. പേഴ്സൻ്റെ മനസ്സിലെന്താണ്, അല്ലെങ്കിൽ ഈ എന്താ പറയുക, ഈ സാഹചര്യത്തിൽ എന്താണ് ഇവിടെ സത്യാവസ്ഥകൾ എന്നൊക്കെ നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കാൻ തുടങ്ങും. ആൻഡ് ഇവിടെ അഗൈൻ സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട്. വീണ്ടും ഒരേ കാര്യമാണ്, സ്റ്റെബിലിറ്റി, സ്ട്രക്ചർ, ഫൗണ്ടേഷൻ, വെരി ഗുഡ്. സോ ഇവിടെ നിങ്ങളോട് പറയുന്ന വീണ്ടും നിങ്ങൾ തമ്മിലൊരു സ്റ്റേബിൾ ആയിട്ടൊരു കണക്ഷൻ വരും, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് സ്റ്റഡി ആയിട്ട് പോകുന്ന ഒരു ബന്ധം വരും തീർച്ചയായിട്ടും. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരുപാട് സ്ട്രെസ് ചെയ്യേണ്ട, ഇപ്പം നിങ്ങൾ പോകുന്ന പോലെ അങ്ങനെ പോട്ടെ എന്ന രീതിക്ക് നിങ്ങളെ തന്നെ സ്റ്റേബിളാക്കി വെക്കാൻ ശ്രമിക്കുക. ഇവിടെ സെൽഫ് ലവ് ഉണ്ടായിരുന്നു. സോ നിങ്ങളെ തന്നെ ഒന്ന് സ്റ്റേബിളാക്കി വെക്കാൻ ശ്രമിക്കും. ഇപ്പോൾ കൂടുതൽ ഇമോഷൻസ് വരുമ്പോൾ ഒരുപാട് മനസ്സിലൊക്കെ വിഷമങ്ങളൊക്കെ കയറി. ഇവിടെ വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ഇമോഷൻസ് ആണ് പറയുക. സോ നിങ്ങൾ ഒരുപാട് ഇമോഷണൽ ആവുന്നുണ്ട്, അതിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇവിടെ ടോക്സിറ്റി കാണുന്നുണ്ട്, അഡിക്ഷൻസ്, പാറ്റേൺ, എനർജി. സോ ഇവിടെ എവിടെയോ നിങ്ങളുടെ പേഴ്സൺ ഒരു ടോക്സിക് ബിഹേവിയറിൽ നിൽക്കുകയാണിപ്പോൾ. അതായത് നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നില്ല നിങ്ങൾക്ക് എന്ത് തോന്നും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഭാഗം അവർ ചിന്തിക്കാനൊക്കെ ശ്രമിക്കുന്നില്ല. അവർ പ്രാക്ടിക്കലായിട്ട് ലൈഫിനെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം, ഇല്ല എന്നല്ല. പക്ഷേ അതിൻ്റെ ഇടയിൽ നിങ്ങളെ എത്രത്തോളം വേദനിപ്പിക്കുന്നുണ്ട് എന്നൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല, അവർ മനസ്സിലാക്കുന്നില്ല. ഓക്കെ, സോ ഒരു ടോക്സിക് ബിഹേവിയർ കാണുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും അവരെ ചുറ്റും എന്തെങ്കിലും അവർ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ടോക്സിറ്റിയിൽ അവരെ ചുറ്റുമുള്ള ആൾക്കാർ, ചുറ്റുമുള്ള ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് ചിലപ്പോൾ നെഗറ്റീവായിട്ടൊക്കെ ഒരു പലതും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ അവർ ഒരുപാട് കേൾക്കുന്നുണ്ടാവും. സോ അതിനനുസരിച്ചിട്ട് അവരുടെ ബിഹേവിയറും കുറച്ചൊക്കെ ഒരു ടോക്സിക് ആയി പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ സ്റ്റെബിലിറ്റി ആൻഡ് സെൽഫ് ലവ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ അവനവനെ കെയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾ സെൽഫ് ലവിലേക്ക് വരാം ഇപ്പോൾ. ഓക്കെ, അങ്ങനെ നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണുള്ളൂ. ഓക്കെ, സോ സിറ്റുവേഷൻ നമുക്കിപ്പോൾ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സിറ്റുവേഷൻ ഇപ്പോൾ ക്ലിയർ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് പേഴ്സൺ എന്താ പറയാനുള്ളതെന്ന് കൂടി നോക്കാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ലൈക്ക് സെൽഫ് ലവിൽ നിൽക്കുമ്പോൾ അപ്പോഴേ ഇത് ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. നിങ്ങൾ പേഴ്സൺ ഇങ്ങനെ ഇൻ ആൻഡ് ഔട്ട് ബിഹേവിയർ കാണിക്കുമ്പോൾ അവർ ഇടയ്ക്ക് നിങ്ങളോട് സംസാരിക്കുക, ഇടയ്ക്ക് മാറിപ്പോവുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷൻ വരും. ഓക്കെ, ആ കൺഫ്യൂഷനിൽ പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉള്ളതാണ്. ഞാനടക്കം ഞാൻ ഗോത്രൂ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ ഇന്നർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞാനൊന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോഴും മുഴുവൻ പറയാനൊന്നും പറ്റില്ല, ചില സമയത്തൊക്കെ നമ്മൾ പിന്നെയും ഡൗൺ ആയി പോകും. ഓക്കെ, അതെല്ലാവർക്കും ഉള്ളതാണ്. സോ അതെന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു കൺഫ്യൂഷനൊക്കെ വരുമ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും, നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നിങ്ങൾക്ക് തോന്നും ദാറ്റ് ഞാനാണ് എന്തോ റീസൺ, അല്ലെങ്കിൽ എൻ്റെ കാരണമാണ്, അല്ലെങ്കിൽ എന്നോട് എന്തോ പ്രശ്നമുണ്ട് എല്ലാം നിങ്ങളെക്കുറിച്ച് തന്നെ ആക്കാൻ തുടങ്ങും നിങ്ങൾ. ഓക്കെ, പക്ഷെ ഇവിടെ ഞാൻ പറയുന്ന കാര്യം അതാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ പേഴ്സണാണ് ഇവിടെ തെറ്റ്.
തെറ്റ് എന്നല്ല, മീൻസ് അവരുടെ സാഹചര്യം അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ ആണ് ഇവിടെ തെറ്റ്. ഓക്കെ, അവിടെ നിങ്ങളെ തന്നെ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കരുത്. അവരെന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു ചിലപ്പോൾ ഇന്നത്തെ ഒരു വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. ഒരു പ്രത്യേകിച്ച് ജെൻസ് ആണെങ്കിൽ എന്ന രീതിക്ക്, ഈവൻ ലേഡീസ് ആണെങ്കിലും, ഓക്കെ ലേഡീസ് ആണെങ്കിലും ശരി, രണ്ടും പറയാം. വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കൂ, ഓക്കെ, അല്ലെങ്കിൽ ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവർ ഇറിറ്റേറ്റ് ചെയ്യും അല്ലേ? ആ ഒരു ഇറിറ്റേഷനിൽ ഓൾറെഡി നിൽക്കുമായിരിക്കും. അതിൻ്റെ ആ സമയത്ത് വന്നിട്ട് ചിലപ്പോൾ നിങ്ങളോട് വല്ലതും സംസാരിക്കുമ്പോൾ നിങ്ങളതിനെ എന്താണെന്ന് വിളിച്ചില്ല, എന്താ മെസ്സേജ് ഇട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ചിലപ്പോൾ 2 ദിവസമായിട്ട് അവർ സംസാരിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞ് അവർ സംസാരിക്കാൻ വരുമ്പോൾ ഓൾറെഡി ചിലപ്പോൾ ഒരു ഇറിറ്റേഷൻ മൂഡിലൊക്കെ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് വന്ന് നിങ്ങളോട് സംസാരിക്കാൻ വരുമ്പോൾ നിങ്ങളും പറയുകയാണ് 2 ദിവസമായിട്ട് എന്താ എന്നെ വിളിച്ചിട്ടില്ല, 2 ദിവസമായിട്ട് എന്താ കാണാൻ, എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ ഇമോഷണൽ ആയി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കൂ എന്തായിരിക്കും ആ പേഴ്സൻ്റെ റിയാക്ഷൻ. നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്കൂ. ഓക്കെ, സോ ഇവിടെ എപ്പോഴും നിങ്ങളെല്ലാം നിങ്ങളെക്കുറിച്ചാക്കരുത്. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് എന്താണ്, നിങ്ങൾ സ്റ്റേബിളായിട്ട് നിൽക്കണം എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസിനെ കുറേയൊക്കെ നിങ്ങൾക്ക് കൺട്രോൾ വേണം. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ സാഹചര്യങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കൺട്രോൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാൻ ശ്രമിച്ചാണ്. അല്ലെങ്കിൽ ഫിയർ ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് പേഴ്സൺ സംസാരിക്കാതിരിക്കുമ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിൽ ട്രിഗേഴ്സ് തുടങ്ങും. ഓക്കെ, എന്നെ വിട്ടു പോയാലോ, എൻ്റെ അടുത്ത് ഞാൻ തനിച്ചായി പോയാലോ, എന്നെ വിട്ടു പോയാലോ, വേറെ ആരെങ്കിലും കിട്ടിയാലോ, വേറെ എന്തെങ്കിലും ചെയ്താലോ. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ എന്താ മനസ്സിലാവുന്നത്, നിങ്ങളെ തന്നെ വാല്യൂ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ബിക്കോസ് നിങ്ങളെ തന്നെ നിങ്ങൾ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ എങ്ങനെയാണോ, എനിക്ക് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട് ശരിയാണ്, പക്ഷെ ഞാൻ എന്നൊരു വ്യക്തി എന്നെപ്പോലെ വേറെ ആരും ഉണ്ടാവില്ല അല്ലേ? നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ എന്തൊക്കെയാണ് നല്ലത് ചെയ്യുന്നത് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ ആ പേഴ്സണിന് കൊടുക്കുന്ന കെയർ, അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യല്ല, അല്ലെങ്കിൽ അവരെ എത്രത്തോളം നിങ്ങൾ സ്നേഹിക്കുന്നു അത് നിങ്ങൾക്കറിയാം അല്ലേ? അതുപോലെ വേറെ ആൾക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് കുറ്റങ്ങളോടും കുറവുകളോ എല്ലാവർക്കും ഉണ്ട്, അത് ആർക്കല്ലാത്തത് എല്ലാവർക്കും ഉണ്ട് അല്ലേ? പക്ഷെ എന്നാലും നല്ലൊരു വ്യക്തിയാണ് നിങ്ങൾ, അങ്ങനെ നിങ്ങൾ സ്വയം നിങ്ങളുടെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കൂ. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ ശരിക്കും നിങ്ങൾ ഈ ഒരു പേടിയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോകുള്ളൂ. ഓക്കെ, എന്നെ വിട്ടുപോവോ എന്നാലോചിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുമോ, ഓക്കെ ഞാൻ ഇങ്ങനെ ഒരാളുടെ പിന്നാലെ ചേസ് ചെയ്ത് പോയിട്ട് പിടിച്ചു നിർത്തേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾ ആലോചിക്കൂ. ഓക്കെ, സോ അങ്ങനെ ചില കാര്യങ്ങൾ അത് ഞാൻ കുറച്ച് പറയാൻ ശ്രമിച്ചാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുമെന്ന്. ഓക്കെ, സോറി. ഓക്കെ, നമുക്ക് പേഴ്സൻ്റെ മെസ്സേജസ് ഇവിടെ എടുത്തേക്കാം. എന്തായാലും നിങ്ങൾക്ക് അവരെന്താ പറയുന്നതെന്ന് കൂടി നോക്കാം നമുക്ക്. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സെൽഫ് ലെവലിൽ നിൽക്കൂ എന്ന് പറയുന്നത്. ഓക്കെ, പേഴ്സണെ തിരിച്ചു കൊണ്ടുവരാൻ എന്ന രീതിക്കല്ല. ഓക്കെ, ബട്ട് നിങ്ങളെ തന്നെ വാല്യൂ തിരിച്ചറിയുമ്പോഴേ ആ വ്യക്തി അപ്പോഴേ അത് കാണുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുമ്പോൾ ഞാൻ എങ്ങനെയാണോ അങ്ങനെ ഞാൻ നല്ലതാണ് അല്ലെങ്കിൽ ഞാൻ അർഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിച്ച് തുടങ്ങുമ്പോൾ, ഓക്കെ, നിങ്ങൾ ആ പേഴ്സൺ വിളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ബോധേഡ് ആവില്ല. എന്തോ ചെയ്യൂ എന്ന് പറയും അല്ലേ? അങ്ങനെ പറയുമ്പോഴാണ് ആ വ്യക്തി തോന്നുന്നത്, ഇതെന്താണ് ഇവിടുന്ന് ഒരു മെസ്സേജ് വരാത്തത്, എന്താ ക്വസ്റ്റ്യൻ ഒന്നും വരാത്തത്, എന്താ ആർഗ്യൂ ഒന്നും ചെയ്യാത്തത് എന്നൊക്കെ അവർ ചിന്തിച്ചു തുടങ്ങും. അവരുടെ ഉള്ളിൽ അപ്പോഴേ പേടി വരുള്ളൂ. എന്നിട്ട് നിങ്ങൾ വിട്ടുപോവോ എന്ന് അവരുടെ ഉള്ളിൽ പേടി വരണം. പേടിയല്ല ഇത്, നമ്മൾ ഒരു കളിപ്പിക്കാനോ അതിനോ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. പരസ്പരം നമ്മൾ വാല്യൂസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, വേറൊന്നിനുമല്ല. ഓക്കെ, സോ അവരുടെ ഉള്ളിൽ ആ ഒരു ഫിയർ വരട്ടെ, അവരുടെ ഉള്ളിൽ ആ ഒരു പേടി വരട്ടെ. പക്ഷെ അങ്ങനെ നിങ്ങൾക്ക് എന്താ, ഞാൻ മാറി നിന്ന് കഴിഞ്ഞാൽ ഈ വ്യക്തി എന്നെ വിട്ടു പോവും എന്നുള്ള പേടി, ആ പേടി വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് പിന്നെ എന്താ കാര്യമുള്ളത്? ഓക്കെ, അങ്ങനെ പേടിച്ച് നിങ്ങൾ എത്ര കാലം നിങ്ങൾ പിടിച്ചു വെക്കും, അതും കൂടി ചിന്തിച്ച് നോക്കൂ കേട്ടോ. ഓക്കെ, മതി ഇന്നത്തെ ലെക്ചർ, എല്ലാവരും ഓടിയുണ്ടാവും. ഓക്കെ, ഐ എം ഹീലിംഗ്, പ്ലീസ് ബി പേഷ്യൻറ്റ് വിത്ത് മീ. ഓക്കെ, ഐ എം അഫ്രൈഡ് യു വിൽ ഫർഗെറ്റ് അബൌട്ട് മീ ബട്ട് ഐ വുഡൻറ്റ് ബ്ലെയിം യു. നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നോക്കൂ, ഞാൻ വായിച്ചുതരാം. അത് എനിക്ക് ദ ഫ്ലാഷ് ബാക്സ് ഐ ഹാവ് അബൌട്ട് അസ് ആർ ഇൻറ്റൻസ്. എന്താണ് ഐ വോണ്ട് ടു മേക്ക് യു മൈൻ. ഒരു കാർഡ് കൂടി. നോ വൺ അണ്ടർസ്റ്റാൻഡ്സ് മീ ലൈക്ക് യു ഡു. ഓക്കെ, ഐ എം കീപ്പിംഗ് ടാബ്സ് ഓൺ യു. ചില പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങളെ പറ്റി നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിലും അവർ നിങ്ങളെന്താ ചെയ്യുന്നതെന്നൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരങ്ങനെ നിങ്ങളെ വിട്ടു പോകുന്ന നിങ്ങൾ ഒരു പേടിയും വേണ്ട കേട്ടോ.
ഓക്കെ. പക്ഷേ എന്താണ്, നല്ല രീതിക്ക് നിങ്ങളുടെ അടുത്ത് നിൽക്കണമെങ്കിൽ നിങ്ങൾ കൂടി നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയണം. ഓക്കെ, ഐ ആം എ മെസ് റൈറ്റ് നൗ എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി അവർക്ക് എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ അവരുണ്ട്. ആക്ച്വലി യെസ്, ടോക്സിക് ബിഹേവിയർ ഒക്കെ ഉണ്ട്, ശരിയാണ്. അവരുടെ ലൈഫിലും കുറേ ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ടാവാം. ആൻഡ് ഐ എം ഹീലിംഗ്, പ്ലീസ് ബി പേഷ്യൻ വിത്ത് മീ എന്ന് പറയുന്നുണ്ട്. ഈ ഹീലിംഗ് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും അസുഖം എന്ന രീതിക്കല്ല, ഈവൻ അവരുടെ ഈ പ്രോബ്ലംസിൻ്റെ കാര്യമല്ല, ചിലതൊക്കെ അവരുടെ ഇന്നർ ഹീലിംഗ് ആണ് പറയുന്നത്. ഓക്കെ, അവരുടെ ഉള്ളിൽ ചില ബിലീഫ് സിസ്റ്റം, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക, നമ്മുടെ വിശ്വാസങ്ങൾ ഒക്കെ, ചില രീതികൾ ഒക്കെ കുറേ അവർക്ക് മാറാനുണ്ട്, ചില കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കാനുണ്ട്. സോ അതാണ് ഹീലിംഗ് എന്ന് പറയുന്നത്. ആ ഹീലിംഗ് അവരുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് അവർക്കൊരു എന്താ പറയുക, സമയം കൊടുക്കൂ ഒന്ന് ശരിയാവാൻ. ഓക്കെ, ഐ ആം അഫ്രൈഡ് യു വിൽ ഫൊഗെറ്റ് അബൌട്ട് മീ ബട്ട് ഐ വുഡൻ ബ്ലെയിം യു. സി, നിങ്ങൾക്ക് എന്താ പേടി, അവർ നിങ്ങളെ വിട്ടുപോകുമെന്ന്. പക്ഷെ പേഴ്സൺ പറയുന്ന നോക്കൂ, അവർക്ക് പേടി നിങ്ങൾ വിട്ടുപോകുമോ എന്നാണ്. സോ മനസ്സിലാക്കൂ നിങ്ങളുടെ വാല്യൂ. ഓക്കെ, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതുണ്ട് അവരുടെ ഉള്ളിൽ. പക്ഷെ എന്താണ്, അവർക്കത് കാണിക്കേണ്ടി വരില്ല. അത് കാണിക്കേണ്ടി വരാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ അവരെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അവർക്ക് ആ ഒരു പേടി ശരിക്കും വരാനുള്ളൊരു ഗ്യാപ്പ് അവർക്ക് കിട്ടുന്നില്ല. ആ ഗ്യാപ്പ് ഒന്ന് കൊടുക്കൂ, അപ്പം നിങ്ങൾക്കിത് കാണാം. ഓക്കെ, ഇപ്പം ശരിക്കും നിങ്ങൾക്ക് കാണാം അവർക്ക് എത്രത്തോളം പേടിയുണ്ട്, എത്രത്തോളം വേഗം അവർ ഓടി വരും എന്നുള്ളത് നിങ്ങൾക്ക് അപ്പം കാണാം. ഓക്കെ, ദ ഫ്ലാഷ് ബാക്സ് ഐ ഹാവ് അബൌട്ട് യു ആർ. ഓക്കെ, അവർക്ക് ഒരുപാട് നിങ്ങളെക്കുറിച്ച്, അതായത് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്ന സമയങ്ങൾ, നല്ല സമയങ്ങൾ, നിങ്ങൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്ത ഒരുപാട് ഗുഡ് മൊമെൻറ്റ്സ് ഒക്കെ അവർ ഓർക്കുന്നുണ്ട്. വളരെ അവർക്ക് ആ ഓർമ്മകളൊക്കെ, മെമ്മറിയൊക്കെ ഒരുപാട് കീറി വരാറുണ്ട് അവരുടെ മനസ്സിൽ. ആൻഡ് അവർക്ക് നിങ്ങളെ വേണം എന്ന് തന്നെയാണ്. ഐ വോണ്ട് ടു മേക്ക് യു മൈൻ എന്ന് പറയുന്നുണ്ട്. ആൻഡ് സി, ഇതൊക്കെ നോക്കൂ, നോ വൺ അണ്ടർസ്റ്റാൻഡ്സ് മീ ലൈക്ക് യു ഡു. സി, ഇപ്പം ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരു ഒന്നോ രണ്ടോ പേര്, അല്ലാതെ അതിനപ്പുറം എനിക്ക് തോന്നുന്നില്ല ഒരു സ്ട്രോങ് കണക്ഷനൊന്നും അധികം വരുമെന്ന്. അങ്ങനെ വളരെ ചുരുക്കം ആൾക്കാരെ ശരിക്കും നിങ്ങളെ മനസ്സിലാക്കി, അല്ലെങ്കിൽ ശരിക്കും നിങ്ങളെ സ്നേഹിച്ച് കൂടെ നിൽക്കുന്നവരുണ്ടാവുള്ളൂ. വളരെ ചുരുക്കമായിരിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊക്കെ. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലും നിങ്ങൾക്ക് തോന്നും, അവർക്ക് മറ്റേ ആളുണ്ട്, ഇവരുണ്ട്, അതുണ്ട്, തേർഡ് പാർട്ടി ഉണ്ട്, അങ്ങനെയുണ്ട്. പക്ഷേ ശരിക്കും അവരെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അവരോട് ശരിക്കും ഒരു സ്നേഹം കാണിക്കുന്നത് ആരെങ്കിലും ഒന്നോ മാക്സിമം രണ്ടോ, അതിനപ്പുറം പോവില്ല. ഓക്കെ, സോ അതിൽ ഒരാൾ എന്തായാലും നിങ്ങളാണ്. ഓക്കെ, സോ ഞാൻ രണ്ടും ഉണ്ടാവില്ല, ഒന്നേ ഉണ്ടാവുള്ളൂ. ബട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി പോകുന്നത് മാത്രം. ഓക്കെ, ബട്ട് നോ വൺ അണ്ടർസ്റ്റാൻഡ്സ് മീ ലൈക്ക് യു ഡു എന്നാണ് പറയുന്നത്. അവരെ മനസ്സിലാക്കുന്നത് നിങ്ങളാണ്. ഓക്കെ, വേറെ ആർക്കും അവരെ ഇത്രത്തോളം മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അത് സത്യമാണ്. ഓക്കെ, കാരണം നിങ്ങൾ അവരുടെ പല ബിഹേവിയറും നിങ്ങൾ അവരെ ക്ഷമിച്ചു കൊടുക്കുന്നുണ്ടാവും. ബിക്കോസ് നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നുണ്ട്, എന്തുകൊണ്ടായിരിക്കും അവരതങ്ങനെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും. കാരണം എവിടെയോ നിങ്ങളൊരു സ്പിരിച്വലായിട്ട് ഉള്ള പേഴ്സൺസ് ആണ്, അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് അവരോട് ക്ഷമിക്കാനും മാപ്പ് കൊടുക്കാനും സാധിക്കുന്നുണ്ടെങ്കിൽ അത് അതുകൊണ്ടാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് അത് ഒരു പരിധിക്കപ്പുറം ആകുമ്പോൾ അവരതിനെ മുതലെടുത്ത് തുടങ്ങും. മുതലെടുക്കില്ല, ഓട്ടോമാറ്റിക്കലി അവരതിനെ ആ ഒരു റിലാക്സ് ആയി പോവും. അവർക്കൊന്നും എഫേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ബിക്കോസ് നിങ്ങളെല്ലാം എഫേർട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്, അവർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലേ? സോ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഓക്കെ, എന്തായാലും ഐ ഹോപ്പ് കുറച്ചെങ്കിലും നിങ്ങൾക്കൊരു ചെറിയൊരു അഡ്വൈസ് എങ്കിലും എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നന്ദി, നമസ്കാരം.